കത്തിജ്വലിക്കുന്ന തെരുവ് വിളക്കുകളോ അത്യാധുനിക സൗകര്യങ്ങളോ ഇല്ലാത്ത ഒരു ദരിദ്ര ഗ്രാമം. അടുത്തുള്ള പ്രദേശങ്ങളിലെ മുഴുവൻ വേസ്റ്റും തള്ളുന്ന ഒരു ഡംപിംഗ് യാർഡ് മാത്രമായിരുന്നു ആ ഗ്രാമത്തിലെ ഒരേ ഒരു ലാൻഡ്മാർക്ക്. ലോക ഭൂപടത്തിൽ അന്നേ അവരെ അടയാളപ്പെടുത്താത്ത ദാരിദ്ര്യത്തിന്റെ കരിനിഴൽ വീണ ആ മണ്ണിന്റെ വിധി മാറ്റിയെഴുതാൻ ആ ഗ്രാമത്തിലെ ഒരു രക്ഷകൻ അവതരിക്കുന്നു. 100 Days 100 Story പാർട്ട് 42. ഇതുപോലുള്ള കഥകൾ ഡെയിലി കിട്ടാനായിട്ട് ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക. വൈദ്യുതി ഇല്ലാത്തതുകൊണ്ട് മെഴുകുതിരി വെട്ടത്തിലായിരുന്നു ആ ഗ്രാമത്തിന്റെ ഓരോ സായാഹ്നങ്ങളും കടന്നുപോയിരുന്നത്. അവന്റെ അച്ഛനൊരു ഫുട്ബോൾ കളിക്കാരനാവാൻ ആഗ്രഹിച്ചതുകൊണ്ട് തന്നെ നടക്കാതെ പോയ സ്വപ്നങ്ങൾ തന്റെ മകനിലൂടെ സാക്ഷാത്കരിക്കാൻ ആ അച്ഛൻ തീരുമാനിക്കുന്നു. മറ്റൊരിടത്തും പരിശീലനത്തിന് വിടാൻ കാശില്ലാത്തതുകൊണ്ട് ആ അച്ഛൻ തന്നെ മകനെ പരിശീലിപ്പിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഒരു കാർ അപകടത്തിന്റെ രൂപത്തിൽ വിധി അവിടെയും വില്ലനായി മാറുകയായിരുന്നു. അമ്മയ്ക്കും അവനും പരിക്കേൽക്കുന്നു. അച്ഛന്റെ നട്ടലിന് ഗുരുതരമായ പൊട്ടലുള്ളത് കൊണ്ട് കിടപ്പിലാവുന്നു. അന്ന് കരഞ്ഞുകൊണ്ട് ആ അച്ഛൻ മകനോട് പറഞ്ഞത്, നീ ഇവിടെ ഒരിക്കലും നിൽക്കരുത്, ഇവിടെ നിന്നാൽ നീ ഒരു മൺകോരിയായി ജീവിക്കേണ്ടി വരും, നിന്റെ മുത്തച്ഛന്റെ അടുത്തേക്ക് പോവുക. എന്നാൽ ആ മകൻ തന്റെ കുടുംബത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. ആ ദുരിതങ്ങളുടെയും ദാരിദ്ര്യത്തിന്റെയും മണ്ണിൽ അവൻ അവന്റെ മാതാപിതാക്കളോടൊപ്പം ഉറച്ചു നിന്നു. തന്റെ ഗ്രാമത്തിലെ മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ ആരും കാണാതെ അവൻ പരിശീലനം ആരംഭിച്ചു. 2 മെഴുകുതിരികൾ വെച്ച് അതിന് ഗോൾ പോസ്റ്റാക്കി അവൻ പന്ത് തട്ടാൻ തുടങ്ങി. മാസങ്ങൾക്ക് ശേഷമുള്ള അവന്റെ ഈ അസാധാരണമായ കഴിവ് അന്നത്തെ ബ്രസീലിയൻ ഇതിഹാസമായ ദുങ്കയുടെ കണ്ണിൽപ്പെടാൻ ഇടയാവുന്നു. അങ്ങനെ ദുങ്ക അവനെ ഒരു ക്ലബ്ബിൽ ചേർത്താൻ സഹായിക്കുന്നു. വെറും 1.5 വർഷം കൊണ്ട് അവൻ ആ ക്ലബ്ബിലെ മികച്ച കളിക്കാരനായി മാറുകയായിരുന്നു. പിന്നീട് റയൽ മാഡ്രിഡ് പോലുള്ള വമ്പൻ ക്ലബ്ബുകളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഡേവിഡ് ബെക്കാമും ഒക്കെ അടക്കിവാണിരുന്ന ആ കാലത്ത് അവൻ അവിടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു. അവൻ തന്റെ പരിശീലനം നിർത്തിയില്ല, പ്രതീക്ഷയോടെ പോരാടിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ബ്രസീൽ ടീമിലും പ്രമുഖ ക്ലബ്ബുകളിലും അവൻ തന്റെ കഠിനാധ്വാനം കൊണ്ട് അവസരങ്ങൾ നേടിയെടുക്കുന്നു. ഒരു റെക്കോർഡ് തുകയ്ക്ക് അവൻ മറ്റൊരു ക്ലബ്ബിലേക്ക് മാറിയപ്പോൾ അവന്റെ മൂല്യം ഏകദേശം 2000 കോടിയിലധികം രൂപയായി ഉയർന്നിരുന്നു. തനിക്ക് അവസരം ഒരുക്കി തന്ന ദുങ്കയുടെ കടങ്ങൾ മുഴുവൻ ആ പയ്യൻ ഒറ്റയടിക്ക് വീട്ടുന്നു. താൻ ജനിച്ചു വളർന്ന ലോകം മുഴുവൻ മാലിന്യ കുമാരം എന്ന് ആക്ഷേപിച്ച് വിളിച്ച അതേ ഗ്രാമത്തിൽ അവൻ 1500-ലധികം വരുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്ന വലിയ കെട്ടിടങ്ങൾ പണിതു. ഒപ്പം തന്നെ തനിക്ക് വരുന്ന വരുമാനം കൊണ്ട് ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും പണിത് ആ ഗ്രാമത്തെ അവൻ വലിയൊരു നഗരമാക്കി മാറ്റുന്നു. ഒടുവിൽ ബ്രസീൽ ഗവൺമെന്റിന് തന്നെ പറയേണ്ടി വന്നു, ഇനി ഈ നഗരത്തിൽ ആരും മാലിന്യം കൊണ്ട് തള്ളരുതെന്ന്. ഒരിക്കൽ ആ പ്രദേശത്തെ നഗരങ്ങളിലെ മുഴുവൻ മാലിന്യങ്ങൾ തള്ളുന്ന ഒരു ഡംപിംഗ് യാർഡ് മാത്രമുണ്ടായിരുന്ന ആ ഗ്രാമത്തിന്റെ ലാൻഡ്മാർക്ക് ഇന്ന് അവന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. പറഞ്ഞു വന്നത്, ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഫുട്ബോൾ പ്രേമികളുടെ നെഞ്ചിടിപ്പായ ദാരിദ്ര്യത്തിന്റെ ചാരക്കൂമ്പാരങ്ങളിൽ നിന്നും ഫുട്ബോൾ ലോകത്തിന്റെ സുൽത്താനായ ബ്രസീലിന്റെ ഒരേ ഒരു രാജാവ് നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയറിനെ കുറിച്ചാണ്.